എന്താടി ആലോചിച്ചോണ്ട് നിക്കുന്നേ? രേഖ ചേച്ചി, കാർത്തികേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ചേച്ചിയുടെ പേരെന്താ? അതെന്തിനാ നീ അറിയുന്നേ? കല്യാണ സമയം തന്നെ നോക്കി കാലിലും മുറിവും പറ്റിച്ചോണ്ട് വന്ന് നിക്കുക. എന്നിട്ടിപ്പോ പെണ്ണിന്റെ പേരറിയണം പോലും. മിണ്ടാതിരുന്ന് കഴിച്ചോ, പിടിക്കടി. ഹിന്ദു എന്നല്ലേ പേര് പറഞ്ഞത്? പക്ഷെ അത് എന്റെ ഹിന്ദു ചേച്ചി തന്നെയാണെന്ന് എങ്ങനെ അറിയും? രേഖ ചേച്ചി, എന്ത് ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞാ മതി, ഞാൻ ചെയ്തോളാം. രേഖേ, നീ ആവശ്യമില്ലാത്ത പണിക്ക് നിക്കല്ലേ. ഈ പെണ്ണിനെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചു എന്നറിഞ്ഞാലേ വിനയം പ്രശ്നം ഉണ്ടാക്കും. വിനയേട്ടൻ എങ്ങനെ അറിയാനാ? ഞാൻ വിനയേട്ടനോട് ഒന്നും പറയില്ല. പറഞ്ഞു രേഖ ചേച്ചി, എന്ത് ജോലിയാ ഞാൻ ചെയ്യണ്ടേ? നിനക്ക് പാത്രം കഴുകാൻ പറ്റുമോ? പറ്റുമല്ലോ, അടിച്ചു വരാനും പറ്റും. ആദ്യം ഞാൻ മുറിയൊക്കെ അടിച്ചു വരാം, എന്നിട്ട് പാത്രം കഴുകാം. എന്നാ നീ അങ്ങനെ ചെയ്. ആരെ കാണിക്കാനാ? എന്തൊക്കെ അഭിനയായത്. നീ ഇരുന്ന് വല്ലതും കഴിക്കാൻ നോക്ക് രേഖേ. അമ്മ കഴിക്കുന്നില്ലേ? കഴിക്കാം, നീ ഇരിക്ക. ഈ മുറിയിൽ തന്നെ അത് കാണും, അത് ഉറപ്പാ. നീ എന്തിനാ എന്റെ ഇളയച്ചന്റെ മുറി കയറിയത്? ഞാൻ മുറി അടിച്ചു വരാൻ വേണ്ടി വന്നതാ. മുറി അടിച്ചു വരാൻ വേണ്ടി വന്നെന്നോ? നീ മോഷ്ടിക്കാൻ തന്നെയാ വന്നത്. അയ്യോ അല്ല മാളു, ഞാൻ ഈ ഫോട്ടോ കാണാൻ വേണ്ടിയാ. കള്ളവാ നീ പറയുന്നത്. നിന്റെ കൃഷ്ണബിംബം എടുത്തതിന് ഞാൻ കുറെ വഴക്ക് കേട്ടു. നിന്നെ ഞാൻ വഴക്ക് കേൾപ്പിക്കും. മാളു, നീ പറയുന്ന കേക്ക്. ഞാനൊന്നും ചെയ്തിട്ടില്ല. വാ ഇവിടെ. മാളു, എന്നെ വിടു മാളു. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇല്ല, ഞാൻ എല്ലാവരോടും പറയും. എന്തു പറ്റി മാളു? ഇവളോട് തന്നെ ചോദിച്ചു നോക്ക്. അന്ന് ഞാൻ ഇവളുടെ കൃഷ്ണനെ എടുത്തേന് അച്ഛൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞില്ലേ? ഇന്ന് ഇവളെ എന്താ ചെയ്യാൻ പോണേന്ന് കാണട്ടെ. മാളു, ഇവൾ എന്ത് ചെയ്തെന്ന് പറ. ഇവള് ഇളയച്ചന്റെ മുറി കയറി. ഓ, അതായിരുന്നോ? അതിവള് മുറി അടിച്ചു വരാൻ കയറിയതാ. മുറി അടിച്ചു വരാനാണ് ഇവള് പോയതെങ്കിൽ മേശയുടെ ഡ്രോ തുറന്ന് സാധനങ്ങളൊക്കെ എടുത്തു നോക്കിയത് എന്തിനാ? ഇവള് മേശ തുറന്നോ? നീ കണ്ടോ മാളു? കാണാതെ ഞാൻ പറയില്ലല്ലോ. നീ തുറന്നോ? മിണ്ടാതെ നിക്കുന്നുണ്ടോ? അപ്പൊ സംഗതി സത്യമാ. പറയടി, എന്തിനാ നീ ഡ്രോയർ തുറന്നേ? ഈ ഫോട്ടോ ഒന്ന് കാണാൻ വേണ്ടിട്ടാ. നിനക്കിപ്പോ എന്തിനാടി ഈ ഫോട്ടോ? പറയടി, നീ എന്തിനാ ഫോട്ടോ നോക്കിയേ? വെറുതെ നോക്കിയതാ. കാർത്തികേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന ചേച്ചിയെ കാണാൻ വേണ്ടിട്ടാ. ഈ പെണ്ണെ, കള്ളം പറഞ്ഞ നിന്റെ കണ്ണിയെ കുത്തിപ്പൊട്ടിക്കും. സത്യരേഖ ചേച്ചി ഞാൻ പറയുന്ന. പിന്നെ ഈ ഫോട്ടോ നോക്കാൻ വേണ്ടിയാണോ ആഹാരം പോലും കഴിക്കാൻ നീ ആ മുറിയിലോട്ട് പോയത്? രേഖേ, ഈ പെണ്ണ് വല്ല നാശം ഉണ്ടാക്കി വെക്കും. കല്യാണത്തിന് ഒരുപാട് ബന്ധുക്കളൊക്കെ വരാനുള്ളതാ. ഇവള് കാരണം അവരുടെ മുമ്പിൽ നാണം കെടാൻ ഇടവരരുത്. അമ്മ ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ നശിച്ച ജന്തുവിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അമ്മയുടെ മോൻ തന്നെയല്ലേ? അവൻ ഇന്നിങ്ങ് വരട്ടെ. കട്ടും മോഷ്ടിച്ച് നടന്നതിനെയൊക്കെ വീട്ടിൽ വിളിച്ചു കയറ്റി മറ്റുള്ളവരുടെ സമാധാനം കളഞ്ഞു. എന്തിനാടി പൂങ്കണ്ണീര് ഒലിപ്പിച്ചോണ്ട് നിൽക്കുന്നേ? കേറി പൊടി അകത്ത്. അമ്മേ, ഈ പെണ്ണിനെ എത്രയും പെട്ടെന്നുണ്ടെന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് എന്തൊക്കെ സാധനം മോഷണം പോകുന്നു പറയാൻ പറ്റത്തില്ല. എന്റെ കൃഷ്ണ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് എന്റെ അമ്മയെ കാണുന്ന വലിയ ആഗ്രഹം. ഇവിടെ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ കള്ളിയാണെന്ന്.
എന്നെ ആരും വിശ്വസിക്കാത്ത എന്താ? എന്റെ വീട്ടിൽ വെച്ച് ഞാൻ എല്ലാവരോടും കരഞ്ഞു പറഞ്ഞത് ഞാനാ പൊന്നൂന്ന്. അതൊന്നും ആരും വിശ്വസിച്ചില്ല. എല്ലാരും എന്നെ കള്ളിയായിട്ട് കരുതി. ഇപ്പൊ ഇവിടെ ആ ഫോട്ടോ നോക്കാൻ വേണ്ടിട്ടല്ല ഞാൻ മേശ തുറന്നത്. എന്നിട്ട് ഞാൻ കക്കാൻ നോക്കിയതെന്ന് പറഞ്ഞു എന്നെ വഴക്കു പറഞ്ഞു. എല്ലാരും എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? എനിക്ക് ഇവിടെ നിന്നും എങ്ങോട്ടും പോവാൻ പറ്റില്ല. പക്ഷെ ഇവരെന്നെ ഇവിടുന്ന് പുറത്താക്കാതെ നോക്കണേ. എന്നെ എത്ര വഴക്ക് വേണേലും പറഞ്ഞോട്ടെ, തല്ലിക്കോട്ടെ, അതൊക്കെ ഞാൻ സഹിച്ചോളാം. എന്നെ ഇവിടുന്ന് പറഞ്ഞേക്കാതിരുന്ന മാത്രം മതി. അത് നീ നോക്കിക്കോണേ എന്റെ കൃഷ്ണ. എടേ, ഈ പെണ്ണിത് എവിടെ പോയി കിടക്ക? നീ എന്തെടുക്ക അവിടെ? മര്യാദക്ക് ഇങ്ങോട്ട് വന്നോ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. എന്റെ കൃഷ്ണ, ചിന്നു നിന്നോട് പ്രാർത്ഥിക്കുന്നത് അവൾക്ക് നല്ലത് പറഞ്ഞെന്നാ. ഞാനും നിന്നോട് പ്രാർത്ഥിക്കുന്നത് എനിക്കും നല്ലത് പറഞ്ഞെന്നാ. അവളിപ്പോ എവിടെ ഉള്ളതെന്ന് വെച്ചാ അവിടെ തന്നെ സുഖമായിട്ടിരുന്നോട്ടെ. അതുപോലെ എനിക്ക് ഇവിടെ സുഖമായിട്ട് തന്നെ കഴിയണം. ഈശ്വര, ഇനി ഒരിക്കലും അവൾ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരരുതേ. എന്റെ കൃഷ്ണ, ചിന്നു എവിടെയായിരുന്നാലും നീ അവളെ കാത്തു രക്ഷിക്കണേ. ഒരാപത്തും വരുത്താതെ നീ ചിന്നുടെ കൂടെ തന്നെ ഉണ്ടാവണേ. വിനയ, ഞങ്ങൾ പറഞ്ഞു ഒന്നും നിനക്ക് വിശ്വാസമായിട്ടില്ലെങ്കിൽ നീ ഇവളോട് തന്നെ ചോദിച്ചു നോക്ക്. ഇല്ല, നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും ശരി, ഇത് ഞാൻ വിശ്വസിക്കില്ല. ഓ, അപ്പോ ഞങ്ങള് കള്ളം പറയാന്നാണോ നീ പറയുന്നത്? അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇവള് കാർത്തികിന്റെ മുറിയിൽ മോഷ്ടിക്കാനാണ് കയറിയതെന്ന് ഞാൻ സമ്മതിച്ചു തരില്ല. അത് സമ്മതിച്ചു തരാൻ അല്ലെങ്കിലും വിനയേട്ടനെ കൊണ്ട് പറ്റില്ല. അന്ന് ആ പേഴ്സ് തിരിച്ചു തന്നതുകൊണ്ട് വിനയേട്ടന് ഇവളെ വലിയ വിശ്വാസമാണല്ലോ. അതെ, എനിക്ക് ഇവളെ വിശ്വാസമാണ്. അതുപോലെ എന്റെ കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിക്കത്തുമില്ല. അപ്പൊ മാള് കണ്ടതോ? ആ, മാള് എന്ത് കണ്ടു അമ്മ ഈ പറയുന്നേ? മാള് കണ്ടതൊക്കെ ഞങ്ങൾ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് നിനക്ക് വിശ്വാസമായില്ലല്ലോ. നിനക്ക് ഇവളെയല്ലേ വിശ്വാസം? അപ്പൊ നീ ഇവളോട് തന്നെ ചോദിച്ചു നോക്ക്. ഇവള് കള്ളം പറയാറില്ലല്ലോ. ഇവള് പറയാൻ പോകുന്ന സത്യം ഞാനും കൂടി ഒന്ന് കേൾക്കട്ടെ. മോളെ, ഇവര് പറയുന്നതൊക്കെ സത്യമാണോ? നീ എന്തിനാ കാർത്തികിന്റെ മുറി പോയത്? മുറി അടിച്ചു വരാൻ വേണ്ടി പോയത്. ആ, കേട്ടില്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. അങ്ങനെ അങ്ങ് പറയാതെ. മുറി അടിച്ചു വരാൻ പോയ ഇവളെന്തിനാ ആ ഫോട്ടോ എടുത്തത്? ആണോ മോളെ? നീ എന്തിനാ ഫോട്ടോ എടുത്തത്? എന്താ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ചോദിച്ചതിന് ഉത്തരം പറയേ. ഇവള് വാ തുറക്കില്ല. വാ തുറന്നാലേ ഇവക്ക് സത്യം പറയേണ്ടി വരില്ലേ? റണ്ണർ, നീ എന്റെ ചോദ്യത്തിന് ഉത്തരം തന്നില്ല. നീ എന്തിനാ ഫോട്ടോ എടുത്തേ? കാർത്തികേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കാണാൻ വേണ്ടിട്ട്. അത് കാണേണ്ട ആവശ്യം നിനക്കെന്താ? കാർത്തിക് കെട്ടാൻ പോകുന്ന ആരെയാണെന്ന് നോക്കാൻ നിന്നെ ആരെങ്കിലും ഏൽപ്പിച്ചിരുന്നോ? ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് നീ ചെയ്യുന്നത്? എനിക്കത് നോക്കണം വിനയേട്ട. പക്ഷെ അതെന്തിനാന്ന് എനിക്ക് വിനയേട്ടനോട് പറയാൻ പറ്റില്ല. കാർത്തിക്കിന്റെ വിവാഹം തീരുമാനിച്ച അന്ന് മുതൽ തുടങ്ങിയതല്ലേ നിന്റെ ഈ പ്രശ്നങ്ങള്? എന്തൊക്കെ വീട്ടിന് പുറത്താക്കൽ.